Hello everyone, welcome you all to our basic science classroom. I hope everyone is good and I pray for that. എല്ലാവർക്കും ബേസിക് സയൻസ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ചേഞ്ചസ് ഓഫ് എനർജി അല്ലേ. നമ്മുടെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തു, എനർജിയുടെ ചേഞ്ച് ആകുന്നത് അല്ലേ, ഹീറ്റ് എനർജി അത് മറ്റൊരു ഫോം എനർജി ആയിട്ട് മാറുന്നതില്ലേ, അത് നമ്മൾ പറഞ്ഞു കെമിക്കൽ എനർജി അതെന്താവുന്നു, കത്തിക്കുമ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും മാറുന്നു, ഫോം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ടോർച്ച് അടിക്കുമ്പോൾ കെമിക്കൽ എനർജി അത് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അതിൽ നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ കെമിക്കൽ എനർജി സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഒക്കെ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു ചേഞ്ചിൽ നിന്നും മറ്റൊരു ചേഞ്ചിലേക്ക് എനർജി മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എവരി വൺ പ്ലീസ് ടേക്ക് ദി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 23 ആൻഡ് ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. ഓക്കെ, എന്താണ് പറയുന്നത്? ലിസൺ കെയർഫുള്ളി. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് where one form of energy transforms into other form of energy. ഒരു എനർജി ഫോം, ഒരു ഊർജം അത് മറ്റ് പല ഊർജ്ജരൂപമായിട്ട് മറ്റ് പല എനർജി ഫോമായിട്ട് മാറുന്ന സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്, ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, വൺ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫോംസ് ഇൻ ടു അതർ ഫോം ഓഫ് എനർജി. ഒരു എനർജി ഫോമിലുള്ള ഊർജ്ജം അല്ലെ, ഒരു ഊർജ്ജരൂപം മറ്റ് പല ഊർജ്ജരൂപമായിട്ട് മാറും. അതായത് കെമിക്കൽ എനർജി അല്ലേ, നമ്മൾ വിറക് കത്തിക്കുമ്പോൾ വിറകിലുള്ള കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതാണ് അവിടെ പറഞ്ഞത്, ഒരു എനർജി മറ്റു പല എനർജികളായിട്ടും മാറുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് റിസീവ്സ് എനർജി? ഇനി ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തു എന്ത് ചെയ്യുന്നു, ഊർജ്ജം സ്വീകരിക്കുകയാണ്. ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ അല്ലെങ്കിൽ കെമിക്കൽ എനർജിയോ എന്തൊരു എനർജി ആണെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒരു എനർജി സ്വീകരിക്കുമ്പോൾ ആ വസ്തുവിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ഐസ് മെൽറ്റ് അല്ലേ, ഇനി ഐസ് ഉരുകും, മെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉരുകുക എന്നാണ് അല്ലേ. ഇനി ഐസ് ഉരുകുന്ന ഒരു പ്രക്രിയ, ഒരു എക്സ്പെരിമെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനി നമ്മൾ എനർജി ഫോം മാറുന്നതാണ്, ഊർജ്ജരൂപം മാറുന്നതാണ് പറഞ്ഞത്. ഇനി സബ്സ്റ്റൻസസ്, അതായത് വസ്തുക്കൾ എങ്ങനെയാണ് ഊർജ്ജങ്ങൾ കൊടുക്കുമ്പോൾ മാറുന്നത് എന്നാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം, എന്താണ് നോക്കാം. ഓക്കെ, ലിസൺ കെയർഫുള്ളി. എന്താണ് അവിടെ നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. അവിടെ ഒരു ഐസ് ക്യൂബ് കുറച്ച് എടുത്തിട്ട് ഒരു ബീക്കറിലെടുത്തുകൊണ്ട് താഴെ നിന്ന് കത്തിക്കുന്ന ചിത്രം അവിടെ കൊടുത്തത്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതൊരു ബീക്കറിലെടുത്തിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് അത് കത്തിച്ച് നോക്കാനാണ്, ബേൺ ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്ലേ. എന്താ സംഭവിക്കേണ്ടവ? യെസ്, അത് മെൽറ്റ് ആവും അല്ലേ. ഐസ് എന്താവും? ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണല്ലേ, ഖരപദാർത്ഥമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 തരത്തിലാണ് ഒബ്ജക്റ്റുകൾ പൊതുവായി കാണപ്പെടുന്നത്. ഒന്ന് സോളിഡാണ്, ഒന്ന് ലിക്വിഡാണ്, മറ്റൊന്ന് വേപ്പറാണ് അല്ലെങ്കിൽ സ്റ്റീമാണല്ലേ, അതായത് നീരാവിയാണ്. ഖരം, വാതകം, ദ്രാവകം, ഈ 3 രൂപത്തിലാണ് ഒബ്ജക്റ്റുകൾ, സബ്സ്റ്റൻസുകൾ ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖരമായ ഐസ് എന്ന് പറയുന്നത് സോളിഡാണ്, ഖരപദാർത്ഥമാണ്. അത് നമ്മൾ ഉരുക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? യെസ്, ലിക്വിഡായിട്ട്, വാട്ടറായിട്ട് മാറുന്നു അല്ലേ. ആ എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. നോക്കാം. ട്രൈ ഡൂയിങ് ദി എക്സ്പെരിമെൻറ്റ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ്. താഴെ തന്നിട്ടുള്ള പരീക്ഷണം എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻസ്, നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്നത് നോട്ടിൽ എഴുതാൻ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നതാണ്, ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു ബീക്കറിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യാൻ, ചൂടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്? എന്തെല്ലാം മാറ്റമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണല്ലേ, അത് ഉരുക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? വെള്ളമായിട്ട്, ലിക്വിഡായിട്ട് മാറും അല്ലേ. നമുക്ക് എന്ത് പറയാം, അവിടെ പോയിന്റ് എഴുതാണ്ട് എന്ത് പറയാം? ഐസ് മെൽറ്റഡ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ. വെള്ളമായി മാറുന്നു അല്ലേ. അതായത് ഐസ് ഉരുകുമ്പോൾ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ കാരണത്താൽ ഐസ് ഉരുകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ, വെള്ളമായിട്ട് മാറുന്നു, ലിക്വിഡായിട്ട് മാറുന്നു. ഇനിയും ചൂടാക്കിയാലോ? ദ വാട്ടർ ചേഞ്ച് ഇൻ ടു വാട്ടർ വേപ്പർ ഓൺ ഫോർദർ ഹീറ്റിംഗ്. ആ ചൂടാക്കൽ നിർത്താതെ ഇനി ഐസ് വെള്ളം നിർത്താതെ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്താ? വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം അല്ലേ, നീരാവി ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്?
യെസ് റൈറ്റ്, ശരിയാണ് അല്ലേ. അപ്പോൾ അവിടെ രണ്ടും എഴുതി കൊടുക്കുക, അത് നോട്ടിലേക്ക് മാറ്റി ചെയ്താൽ ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഫോം ഓഫ് എനർജി വാസ് യൂട്ടിലൈസ്ഡ് ബൈ ഐസ് ടു അണ്ടർഗോ ദി ചേഞ്ചസ്? ഈ നമ്മുടെ ഐസ് വെള്ളമാകാൻ വേണ്ടിയിട്ട് ഏത് എനർജിയാണ് അവിടെ സ്വീകരിച്ചത് അല്ലേ? ആ വെള്ളമാവാൻ വേണ്ടിയിട്ട് അല്ലേ, ഖരം നമ്മൾ പറഞ്ഞ എന്തൊരു വസ്തുവും അത് പ്രവർത്തിക്കണമെങ്കിൽ, ചലിക്കണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഐസ് എന്ന് പറയുന്ന ഒരു സോളിഡ് സബ്സ്റ്റൻസ് വെള്ളം എന്ന് പറയുന്ന ലിക്വിഡിലേക്ക് മാറാൻ എന്ത് എനർജിയാണ് അവിടെ സ്വീകരിച്ചത്? യെസ്, ഹീറ്റ് എനർജിയാണ് സ്വീകരിച്ചത് അല്ലേ. ഹീറ്റ് എനർജീൻ്റെ ഫലമായിട്ടാണ് ഖരപദാർത്ഥമായ ഐസ് എന്തായിട്ട് മാറിയത്? യെസ്, വാട്ടർ ലിക്വിഡായിട്ട് മാറിയത്, വെള്ളം എന്ന് പറയുന്ന ദ്രാവകമായിട്ട് മാറിയത്. ഇനി വേറെ നെക്സ്റ്റ് എന്താ പറയുന്നത്? നൗ ഹീറ്റ് ദ വാട്ടർ ഒബ്റ്റെയിൻഡ് വെൻ ഐസ് മെൽറ്റഡ്, നോട്ട് ഓൺ ദി ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ്, സോളിഡ് ആയിട്ടുള്ള ഐസ് അത് മെൽറ്റ് ചെയ്ത് ഉരുക്കി, ഹീറ്റ് ഉപയോഗിച്ച് ഉരുക്കിയപ്പോൾ അത് വാട്ടർ, വെള്ളമായിട്ട്, ലിക്വിഡായിട്ട് മാറിയില്ലേ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഐസ് ഉരുക്കിയ വെള്ളം വീണ്ടും ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുക? അതവിടെ അതിൻ്റെ ചേഞ്ചസ് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വെള്ളം വീണ്ടും ചൂടാക്കിയാൽ അത് എന്തായിട്ട് മാറും? യെസ്, വാട്ടർ വേപ്പർ ആയിട്ടല്ലേ, എന്തായിട്ട് സ്ട്രീം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ അല്ലേ, നീരാവി ആയിട്ട് മാറും അല്ലേ. ദ വാട്ടർ ചേഞ്ച്ഡ് ഇൻ ടു ദി വാട്ടർ വേപ്പർ. വെള്ളത്തിൻ്റെ വീണ്ടും ചൂടാക്കിയാൽ അതെന്തായിട്ട് മാറും? നീരാവി ആയിട്ട് മാറും. Can the steam be converted back into water? What change should be brought about this experiment to make this possible? എന്താണ് പറയുന്നത്? Can the steam be converted back into water? നീരാവിയെ വീണ്ടും വെള്ളമാക്കി, ജലമാക്കി മാറ്റാൻ സാധിക്കുമോ? നമ്മൾ ആദ്യം ഐസ് ക്യൂബ് എടുത്തുല്ലേ, സോളിഡ് ആയിട്ടുള്ള ഐസ് ക്യൂബ് എടുത്ത് ചൂടാക്കി അത് വെള്ളമായിട്ട് മാറി. അത് വീണ്ടും ചൂടാക്കിയപ്പോൾ അതെന്താ വേപ്പറാക്കി, നീരാവിയായിട്ട് മാറി. ഈ നീരാവിയായി മാറിയ ഈ വെള്ളത്തെ വീണ്ടും തണുപ്പിച്ച് വെള്ളമാക്കി വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധിക്കുമോ? യെസ്, സാധിക്കുമല്ലേ. ഇതിനായിട്ട് എന്ത് പരീക്ഷണമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടത്? ഇത് മാറുന്നുണ്ടോ, വേപ്പർ വീണ്ടും വെള്ളമാകുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്ക് എന്ത് പരീക്ഷണം ചെയ്ത് നോക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ഉറപ്പാണ്, എന്ത്? നീരാവി വെള്ളമായിട്ട് മാറും. ദ സ്റ്റീം ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു വാട്ടർ. നീരാവി വെള്ളമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകും എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. എന്നാൽ പ്ലീസ് ചേഞ്ച് ദി പേജ് ഒന്ന് മറിച്ചേ. പേജ് നമ്പർ 24. ഓക്കെ, അപ്പം നമുക്ക് നോക്കാമല്ലേ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്? ഐസ് ക്യൂബ് എടുത്തു, ഐസ് ക്യൂബിനെ ഹീറ്റ് ചെയ്തു, അത് വാട്ടർ ലിക്വിഡ് ഫോമിലേക്ക് വന്നു, വെള്ളമായി മാറി. ആ വെള്ളത്തെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്തു, ചൂടാക്കി. അപ്പോൾ വീണ്ടും അതെന്ത് ചെയ്തു? വേപ്പർ അല്ലേ, വാട്ടർ വേപ്പർ, നീരാവിയായിട്ട് മാറി. ഈ നീരാവിയായി മാറിയ വെള്ളത്തെ നമ്മൾ വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക്, ജലത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ. അങ്ങനെ വരാൻ സാധിക്കുമെന്ന് നമുക്കറിയാം, കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും അത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രങ്ങൾ കാണുന്നുണ്ടോ? എക്സാമിൻ ദ ഫിഗർ ആൻഡ് ഡിസ്കസ് ദി മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ദിസ് എക്സ്പെരിമെൻറ്റ്. ആ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. അതിൽ ബീക്കറും ഹീറ്റും അതേപോലെ തന്നെ വെള്ളവും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ചായ മേക്ക് ചെയ്യാൻ, ടീ മേക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും അല്ലേ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ മോർ ഇമ്പോർട്ടൻ്റ്ലി അതിൻ്റെ അടപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? അടച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാലേ നമുക്കത് വെള്ളം ചൂടാക്കി അത് വാട്ടർ വേപ്പറായി, നീരാവിയായി, അത് വീണ്ടും വാട്ടർ തന്നെ, വെള്ളം തന്നെ ആവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. ഓക്കെ, ക്യാൻ ദ എക്സ്പെരിമെൻറ്റ് ബി കരീഡ് ഔട്ട് മോർ എഫക്റ്റീവ്ലി ബൈ പ്ലേസിങ് ആൻ ഐസ് ക്യൂബ് ഓൺ ദി വാച്ച് ഗ്ലാസ്? അതായത് വാച്ച് ഗ്ലാസ് അല്ലേ നമ്മുടെ, അതായത് കാണുന്ന വെള്ളം ചൂടാക്കി നീരാവി മുകളിലേക്ക് കാണുന്ന ഗ്ലാസ് ടൈപ്പിലുള്ളതിൽ വെച്ച് ഐസ് ചൂടാക്കിയാൽ, വെള്ളം ചൂടാക്കിയാൽ ഒന്നും കൂടി എഫക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അത് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ഒന്നുമില്ലല്ലോ, വാച്ച് ഗ്ലാസ് ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. സാധാ പാത്രം വെച്ച് ചൂടാക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും, മുകളിൽ വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എത്രയേ ഉള്ളൂ? ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടപ്പ് അല്ലേ, അതിൻ്റെ മുകൾ ഭാഗം എന്ത് ചെയ്യാം? മൂടി വെച്ചിട്ട് ചൂടാക്കിയാൽ അത് ജലം എന്താവും? വേപ്പറായിട്ട് മാറും. ആ വേപ്പർ മേലെ ആ പാത്രത്തിൽ തട്ടി നിൽക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ നമ്മൾ ഹീറ്റ് നിർത്തി കഴിഞ്ഞാൽ അത് വെള്ളം വീണ്ടും തണുത്ത് കഴിഞ്ഞാൽ ആ മൂടിയുടെ മുകളിൽ പറ്റി പിടിച്ചിട്ടുള്ള വേപ്പർ അത് തണുത്ത് കഴിഞ്ഞാൽ, അതിന് ഹീറ്റ് പോയി കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൻ്റെ മുകളിൽ, അതേപോലെ നമ്മൾ വെള്ളം ചൂടാകുന്നതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? അങ്ങനെ വെള്ളം ചൂടാക്കിയിട്ടില്ലേ, പുട്ട് ദ പ്ലേറ്റ് അറ്റ് ദി മൗത്ത് ഓഫ് ദി ബീക്കർ അല്ലേ. ആ ബീക്കറിൻ്റെ മുകളിലായിട്ട് ഒരു അടപ്പ് കൊണ്ടുപോയി വെക്കണം. എന്നിട്ടോ പുട്ട് ഔട്ട് ദി ഫ്ലെയിം സൂൺ ആഫ്റ്റർ ദി ബോയിലിംഗ് ഓഫ് വാട്ടർ ഇൻ ടു കൂൾ.
When the beaker got cooled, water drops found on ഇന്നർ പാർട്ട് ഓഫ് ദി പ്ലേറ്റ്സ് അല്ലേ. അതായത് നമ്മുടെ വെള്ളം ചൂടാക്കുമ്പോൾ അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെക്കുക. ആ പ്ലേറ്റ് കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്യും, ചൂടാക്കുന്ന ഹീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വെള്ളം വീണ്ടും നീരാവി തണുക്കാൻ തുടത്തും. അങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂടി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അഥവാ ജലത്തിൻ്റെ കണികകൾ, തുള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഐസ് ക്യൂബായിട്ടുള്ള ജലം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഹീറ്റ് ചെയ്താൽ അത് ലിക്വിഡ് ഫോമിലുള്ള വാട്ടറായിട്ട് ജലമായിട്ട് മാറും. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്താൽ അത് വീണ്ടും വാട്ടർ വേപ്പറായിട്ട് മാറും. ആ വാട്ടർ വേപ്പറിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ജലമായിട്ട് മാറും എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? ആദ്യം ഐസ് എടുത്തു, അതിനെ ചൂടാക്കി, അത് എന്തായി? ലിക്വിഡായിട്ട് ജലമായിട്ട് വാട്ടറായിട്ട് മാറി. ആ വാട്ടറിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, വീണ്ടും ഹീറ്റ് ചെയ്തപ്പോൾ അത് വേപ്പറായിട്ട് അല്ലെ, വാട്ടർ വേപ്പറായി നീരാവിയായിട്ട് മാറി. ആ നീരാവി നമ്മൾ തണുപ്പിച്ചപ്പോൾ അത് വീണ്ടും വെള്ളമായിട്ട് മാറി. ഇനി ഈ വെള്ളത്തെ നമുക്ക് വീണ്ടും ഐസാക്കാൻ മാറ്റാൻ പറ്റുമോ എന്നാണ് അവിടെ നോക്കിയേ. The steam is again converted into water through this experiment. Now can the water be converted into ice again? നമ്മൾ മുകളിൽ കൊടുത്തുള്ള പരീക്ഷണത്തിലൂടെ നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ കണ്ടെത്തി. എന്നാൽ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി നീരാവിയിൽ നിന്നും ജലമാക്കിയെടുത്ത ആ വെള്ളത്തെ വീണ്ടും ഐസാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വീണ്ടും പറ്റൂലേ. വാട്ട് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദിസ്? ഇതിനായിട്ട് നമുക്ക് എന്ത് മാർഗം സ്വീകരിക്കാൻ സാധിക്കും? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നീരാവിയാക്കിയെടുത്തതിന് വെള്ളമാക്കിയതിന് നീരാവിയിൽ നിന്നും വെള്ളമാക്കിയതിനെ എങ്ങനെ നമുക്ക് ഐസാക്കി മാറ്റാൻ പറ്റും? സിമ്പിളാണല്ലേ. അതിന് വീണ്ടും തണുപ്പിക്കണം അല്ലേ. നീരാവി തണുത്ത് വെള്ളമായിട്ട് മാറി, വെള്ളം വീണ്ടും തണുത്താൽ അത് എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. അത്രയേ ഉള്ളൂ അല്ലേ. അവിടെ പറയുന്നുണ്ട്, ഐസ് ഒബ്സേർവ് ഹീറ്റ് എനർജി ആൻഡ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. ഖരപദാർത്ഥമായ ഐസ് ചൂട് സ്വീകരിച്ചില്ലേ, ഹീറ്റ് എനർജി സ്വീകരിച്ച് ലിക്വിഡായിട്ടുള്ള ദ്രാവകമായിട്ടുള്ള വാട്ടർ വെള്ളമായിട്ട് മാറുന്നു എന്നാണല്ലേ. ഇത് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, അതായത് സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. വാട്ടർ ഫർദർ ഒബ്സർവ് ഹീറ്റ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അങ്ങനെ നമുക്ക് കിട്ടിയ ഐസ് വെള്ളമായി കിട്ടിയ ലിക്വിഡ് ഫോമിലുള്ള ഈ വെള്ളത്തെ, അതായത് ഐസ് ഉരുകി വെള്ളമായ ആ വെള്ളത്തെ വീണ്ടും ചൂടാക്കിയാൽ എന്താകും? ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം അല്ലേ. നീരാവി, സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ അല്ലേ, നീരാവി ആയിട്ട് മാറും അല്ലേ. വെൻ സ്റ്റീം ലൂസസ് ഹീറ്റ് എനർജി ഇറ്റ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു വാട്ടർ. അങ്ങനെ നീരാവിയായി കിട്ടിയതിനെ നമ്മൾ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ഹീറ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതെന്താവും? വീണ്ടും വെള്ളമായിട്ട് തന്നെ മാറും. വെൻ ഹീറ്റ് എനർജി ഈസ് ഫർദർ ലോസ്റ്റ് ദ വാട്ടർ ഇൻ ടേൺ ഗെറ്റ്സ് ചേഞ്ച് ഇൻ ടു ഐസ്. അതിന് വെള്ളമായി കിട്ടിയതിനെ അതിന് വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ, അതിലെ ഹീറ്റ് എനർജി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും? ഐസായിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലേ. ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? ഇല്ല അല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യം തന്നെയുള്ളൂ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. അത് നമുക്ക് എങ്ങനെ ഒരു ഓർഡറാക്കി എഴുതാം? വാട്ടർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഐസ്. വെള്ളത്തെ ഐസാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. വാട്ടർ ചേഞ്ചസ് ഇൻ ടു സ്റ്റീം ഓൺ ഹീറ്റിംഗ്. വെള്ളം ചൂടാക്കുന്നതിലൂടെ അതെന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് മാറുന്നു. വെൻ സ്റ്റീം ലൂസസ് ഹീറ്റ് എനർജി ഇറ്റ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു വാട്ടർ. ഇനി നീരാവിയായിട്ടുള്ള ആ പദാർത്ഥം അല്ലെങ്കിൽ ആ വെള്ളം അതിനെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലുള്ള ഹീറ്റിനെ ഒഴിവാക്കിയാലെന്ന് പറഞ്ഞാൽ, ഹീറ്റിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? വീണ്ടും വെള്ളമായിട്ട് മാറും. വെൻ ഹീറ്റ് എനർജി ഫർദർ ലോസ്റ്റ് ദ വാട്ടർ ഇൻ ടു ടേൺ ഗെറ്റ്സ് ചേഞ്ച് ഇൻ ടു ഐസ്. ഇനി വെള്ളമായി കിട്ടിയതിലുള്ള വെള്ളത്തിലുള്ള ഹീറ്റിനെ, അതായത് ചൂടിനെ വീണ്ടും പുറന്തള്ളുക എന്ന് പറഞ്ഞാൽ അതിനെ വെള്ളത്തെ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഐസായിട്ട് തിരിച്ചു മാറും എന്ന് പറയുന്നത്. അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്, ഹീറ്റ് ഒഴിവാകുന്നതിനനുസരിച്ച്, അതായത് തണുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതാണ് ചുരുക്കം പറഞ്ഞത് അല്ലേ. അവസ്ഥ മാറുകയാണ്, അതിൻ്റെ സ്റ്റേറ്റ്. ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐസിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ സ്റ്റേറ്റുകൾ, വ്യത്യസ്ത സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാണ്? മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ മാറുന്നത് എങ്ങനെയാണെന്നാണ് അവിടെ പറയുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് അത്? നോട്ടിലേക്ക് എഴുതണം. ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നോട്ടിലേക്ക് എഴുതണം, മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ. മനസ്സിലാക്കാതെ എഴുതിയെടുത്തിട്ട് കാര്യമില്ല, മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഇത്രയേ ഉള്ളൂ. എന്താണ് പറയുന്നത്? സബ്സ്റ്റൻസസ് അണ്ടർഗോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വെൻ ദേ ഒബ്സർവ് ഓർ റിലീസ് അഡക്വേറ്റ് ഹീറ്റ് എനർജി.
എന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസസ്, വസ്തുക്കൾ എന്താണ് ഹീറ്റ് എനർജിയെ സ്വീകരിക്കുമ്പോൾ, അതായത് ചൂടിനെ സ്വീകരിക്കുമ്പോൾ, താപത്തെ അല്ലെങ്കിൽ താപോർജ്ജത്തെ സ്വീകരിക്കുമ്പോൾ, ഒരു വസ്തു താപോർജ്ജത്തെ ചൂടിനെ സ്വീകരിക്കുമ്പോഴും ആ ചൂടിനെ പുറന്തള്ളുകയും അതായത് തണുക്കുമ്പോഴും എന്ത് ചെയ്യുന്നു, ആ വസ്തുവിൽ അവസ്ഥകൾ മാറുന്നു. ആ വസ്തുവിൻ്റെ രൂപമാറ്റങ്ങൾ, അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ചിലത് ഖരമുള്ളത് വാതകമാകും, വാതകമുള്ളത് ലിക്വിഡാകും. അങ്ങനെ അതിൻ്റെ അവസ്ഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ ഹീറ്റ് സ്വീകരിക്കുമ്പോഴും, അതായത് ചൂട് താപം സ്വീകരിക്കുമ്പോഴും, താപോർജ്ജം സ്വീകരിക്കുമ്പോഴും, താപോർജ്ജം റിലീസ് ചെയ്യും പുറത്തു വിടുമ്പോഴും, അതായത് തണുക്കുമ്പോഴും. ഓക്കെ, മനസ്സിലായോ? പിന്നെന്താണ് പറയുന്നത്? ഓൺ ഒബ്സോർബിങ് ഹീറ്റ് എനർജി ദേ ചേഞ്ച് ഫ്രം ദി സോളിഡ് സ്റ്റേറ്റ് ടു ദി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓൺ ഒബ്സോർബിങ് ഹീറ്റ് എനർജി, താപോർജ്ജം സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ദേ ചേഞ്ച് ഫ്രം ദി സോളിഡ് സ്റ്റേറ്റ് ടു ദി ലിക്വിഡ് സ്റ്റേറ്റ്. ഖരപദാർത്ഥമായ, അതായത് ഐസായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഖരപദാർത്ഥം എന്താകുന്നു, ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും, ഖരാവസ്ഥയിൽ നിന്നും എന്തിലേക്ക് മാറുന്നു? ടു ദി ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവക രൂപത്തിലേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ദ്രാവകാവസ്ഥയിലേക്ക് വെള്ളമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഇൻ ടു ദി ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതിന് വീണ്ടും ഹീറ്റ് സ്വീകരിക്കുമ്പോൾ, ചൂടാകുമ്പോൾ ആ ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത് ഏത് അവസ്ഥയിലേക്ക് മാറുന്നു? ഗ്യാഷ്യസ്, അതായത് വാതക രൂപത്തിലേക്ക് മാറുന്നു എന്നാണ് പറയുന്നത്. അതും സിമ്പിളല്ലേ, മനസ്സിലായില്ലേ? ഇനി എന്താണ് പറയുന്നത്? സബ്സ്റ്റൻസസ് ഗോട്ട് കൺവേർട്ടഡ് ഫ്രോം the gaseous state into the liquid state and then to the solid state by releasing heat energy. അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പം നമ്മൾ ഹീറ്റ് എനർജി സ്വീകരിക്കുകയാണ്, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഹീറ്റ് എനർജി ഒഴിവാക്കുകയാണ്. റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തണുക്കുകയാണ്. അത് നമ്മൾ വാട്ടർ വേപ്പർ അല്ലേ, അത് നീരാവിയിൽ നിന്ന് തണുത്ത് വരികയാണ്, അത് റിപ്പീറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ള വെള്ളം എങ്ങനെയാണ്? വാട്ടർ വേപ്പറിലാണ്, നീരാവിയാണ്. ആ വാട്ടർ വേപ്പറിലുള്ള നീരാവി ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്യാണ്? റിലീസ്ഡ് ഹീറ്റ് എനർജിയിലെ, അതായത് ഹീറ്റ് എനർജിയെ, താപോർജ്ജത്തെ പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ തണുക്കുകയാണ്. അപ്പോൾ നീരാവി തണുക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? കൺവേർട്ട് ഇൻ ടു ദി ലിക്വിഡ് സ്റ്റേറ്റിലെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും, വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് വെള്ളമായിട്ട് വീണ്ടും മാറും. ദെൻ ടു ദി സോളിഡ് സ്റ്റേറ്റ്. എന്നിട്ട് പിന്നീട് അതെന്തായിട്ട്, ദ്രാവകം വീണ്ടും തണുക്കുമ്പോൾ അത് ഖരപദാർത്ഥമായിട്ട് മാറുന്നു. എങ്ങനെ? ചൂടിനെ ഒഴിവാക്കുമ്പോൾ, അതായത് തണുക്കുമ്പോൾ. വളരെ സിമ്പിൾ അല്ലേ? അതിന് ആ ഫ്ലോ ചാർട്ടും കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിയേ. നോട്ട് ഡൗൺ ദി ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ ഹൗ ഹീറ്റ് എഫക്ട്സ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. എന്താണ് പറയുന്നത്? നമ്മുടെ ജലത്തിൻ്റെ മാറ്റത്തെ, അവസ്ഥാമാറ്റത്തെ, സ്റ്റേറ്റിൻ്റെ മാറ്റത്തെ, അവസ്ഥയുടെ മാറ്റത്തെ താപോർജ്ജം പ്രയോജനപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് താഴെ കൊടുത്തിട്ടുള്ള ഫ്ലോർ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വെള്ളം അതായത് ജലം ഹീറ്റ് സ്വീകരിക്കുമ്പോഴും ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോഴും തണുക്കുമ്പോഴും എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഫ്ലോ ചാർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാകും നോക്കിയാൽ. ഫസ്റ്റ് എന്താണ്? ഐസ് ക്യൂബ് അല്ലേ, നമ്മുടെ ഐസും കട്ട നമ്മൾ പച്ച മലയാളത്തിൽ പറയില്ല, ഐസ് ക്യൂബ്, ഐസും കട്ട. അതെന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ഹീറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ആരോമാർക്ക്. അബ്സോർബ് ഹീറ്റ്, താപം, ചൂട് സ്വീകരിക്കുമ്പോൾ എന്താകുന്നു? ഐസ് എന്തായിട്ട് മാറുന്നു? യെസ്, വാട്ടർ, വെള്ളമായിട്ട് മാറുന്നു. ഈ വെള്ളമായി മാറിയ ഈ സ്റ്റേറ്റിലുള്ള വെള്ളത്തെ, അതായത് ഇപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ദ്രാവക രൂപത്തിലുള്ള വെള്ളത്തെയാണ്, അവിടെ അബ്സോർബിങ് ഹീറ്റ് എഴുതി കൊടുക്കാം. അബ്സോർബിങ് ഹീറ്റ്, വീണ്ടും ഹീറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് ഐസ് ക്യൂബ്, ഐസും കട്ട ഈ ചൂട് സ്വീകരിച്ച്, താപം സ്വീകരിച്ച് വെള്ളമായിട്ട് മാറി, ആ വെള്ളം വീണ്ടും താപം സ്വീകരിക്കുകയാണ്, വീണ്ടും ചൂടാവുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? സ്റ്റീം, നീരാവിയായിട്ട് മാറില്ല. അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റീം, നീരാവിയായിട്ട് മാറും. ഇനി സ്റ്റീമിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? റിലീസ് ഹീറ്റ് അല്ലേ, അതായത് താപത്തെ പുറത്തു വിടുന്നു, അതായത് തണുക്കുന്നു. സ്റ്റീം, നീരാവി തണുക്കുമ്പോൾ എന്തായിട്ട് മാറും? യെസ്, വാട്ടർ, വെള്ളമായിട്ട് മാറുന്നു അല്ലേ. ആ വീണ്ടും റിലീസ്ഡ് ഹീറ്റ്, വീണ്ടും വെള്ളത്തെ ഒഴിവാക്കണം, അതായത് വെള്ളം വീണ്ടും തണുക്കണം. അത് പിന്നെ എന്തായിട്ട് മാറും? ഐസ് ക്യൂബ് അല്ലേ. അതൊരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വി ഹാവ് സീൻ ദാറ്റ് ഐസ്, വാട്ടർ ആൻഡ് സ്റ്റീം ആർ ദി 3 സ്റ്റേറ്റ് ഓഫ് വാട്ടർ. നമ്മൾക്ക് മനസ്സിലായി ഐസ്, അതേപോലെ തന്നെ വാട്ടർ, ജലം, ആൻഡ് സ്ട്രീം അല്ലേ, നീരാവി. ഇതൊക്കെ എന്താണ്? ജലത്തിൻ്റെ 3 അവസ്ഥകളാണ് അല്ലേ. ജലത്തിൻ്റെ 3 സ്റ്റേറ്റുകളാണ്, അവസ്ഥകളാണ് എന്ത്? ഐസ്, അതേപോലെ തന്നെ വാട്ടർ, ജലം, ആൻഡ് സ്റ്റീം, നീരാവി. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ്, വാതകം. ഇത് 3 സ്റ്റേറ്റ് അല്ലേ. ഇത് വെള്ളത്തിൻ്റെ 3 അവസ്ഥകളാണ്.
ശരിയല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. ഈസ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സ്റ്റീം ഈസ് ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ദെൻ ഇൻ ടു ഐസ്. നീരാവിയെ ജലമാക്കിയും അത് പിന്നീട് ഐസ് കട്ടയാക്കിയിട്ട് ഐസ് ക്യൂബ് ആക്കി മാറ്റുമ്പോഴും ഊർജം പുറത്തുവിടുകയാണോ ഊർജം സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അതായത് നീരാവിയായി കിടക്കുന്ന വെള്ളത്തെ അത് തണുപ്പിക്കാനും എന്ത് ചെയ്യാൻ അത് തണുത്തിട്ട് വെള്ളമാക്കാനും അത് തണുത്തിട്ട് വീണ്ടും ഐസാക്കാനും നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണോ അതോ തണുപ്പിക്കുകയാണോ ചെയ്യുന്നത്? യെസ്, തണുപ്പിക്കുകയാണ് അല്ലേ? അല്ലേ? അതായത് ബാക്കിക്ക് വരാൻ നീരാവിയെ വെള്ളമാക്കാനും വെള്ളത്തെ ഐസും കട്ടയാക്കാനും എന്ത് ചെയ്യണം? തണുപ്പിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ് അല്ലേ? എനർജിയെ റിലീസ് ചെയ്യണം, പുറത്ത് കളയണം, തണുക്കണം അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? വിച്ച് എമംഗ് ദി 3 സ്റ്റേറ്റ്സ് ഹാസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് എനർജി? ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള അവസ്ഥ ഏതാണ്? അതായത് ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് ഏതവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്? ഐസ് കുറച്ച് ഹീറ്റ് ചെയ്തപ്പോൾ അത് വെള്ളമായി, വീണ്ടും ഹീറ്റ് ചെയ്തപ്പോൾ അത് എന്തായിട്ട് മാറി? സ്റ്റീം, നീരാവിയായിട്ട് മാറില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി അബ്സോർബ് ചെയ്തത് എന്താവാൻ വേണ്ടിയിട്ടാണ്? യെസ്, നീരാവി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്ത് കൊടുക്കാം? സ്റ്റീം ചെയ്ത് കൊടുക്കാം. പിന്നെയോ വിച്ച് സ്റ്റേറ്റ് ഹാസ് ദി മിനിമം എമൗണ്ട് ഓഫ് എനർജി? ഏറ്റവും കൂടുതൽ കുറഞ്ഞ എനർജി ആയി മാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് റിലീസ്, പുറത്ത് വിടുന്നത് സ്റ്റീം, അതായത് വാട്ടർ വേപ്പർ റിലീസ് ചെയ്തു, ഹീറ്റിനെ റിലീസ് ചെയ്ത് പുറത്ത് വിട്ടു, അതായത് എനർജി ഒഴിവാക്കിയപ്പോൾ അത് വെള്ളമായിട്ട് മാറി, വെള്ളം വീണ്ടും റിലീസ് ചെയ്തപ്പോൾ അത് ഐസായിട്ട് മാറി. അപ്പോൾ ഏറ്റവും മിനിമം എനർജി ആർക്കാണ് വേണ്ടത്? യെസ്, ഐസിനാണ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ബേസായിട്ട് ആ ഫ്ലോ ചാർട്ട് മെയിനായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, ഈ 3 അവസ്ഥകളും, ജലത്തിൻ്റെ ഈ 3 അവസ്ഥകളും മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അത് മാത്രമാണ് ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് യു ഓൾ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ക്ലാസ്. നിങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ കരുതുകയാണ്. ഇനി എന്തെങ്കിലും മനസ്സിലാവായോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതിൽ യാതൊരു മടിയും വേണ്ട. കൃത്യസമയത്ത് തന്നെ നോട്ട് എഴുതി അയക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.